കണ്ടതല്ലേ, നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് പോലീസ്. ഇപ്പൊ ഇവിടെ നിർത്തിച്ചാലുണ്ടല്ലോ നമ്മൾ രണ്ടാളും പിടിക്കപ്പെടും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? പോലീസ് നമ്മുടെ പിന്നാലെ തന്നെയല്ലേ? അതിന് ഞാനൊരു ഐഡിയ പറയുന്നേ, നീ അതുപോലെ ചെയ്താൽ മതി. എന്ത് ഐഡിയ? ഇപ്പൊ ഇല്ലേ, നീ വന്ന് എന്റെ സീറ്റിലിരുന്നിട്ട് വണ്ടി ഓടിക്കണം, ഞാനേ നിന്റെ സീറ്റിലോട്ട് ഇരിക്കുക. എന്നിട്ട് പോലീസിന്റെ വണ്ടി കുറച്ച് മായുന്ന സമയത്ത് നീ എന്ത് ചെയ്യണോ, ജസ്റ്റ് സ്ലോ ആക്കണം വണ്ടി. ആ സമയത്ത് ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്ത് ചാടാം. അപ്പൊ നീ വണ്ടിയിൽ നിന്ന് പുറത്ത് ചാടുമ്പോ പോലീസ് കാണത്തില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, പോലീസിനെ കുറച്ച് മാറിയുന്ന സമയത്ത് നീ വണ്ടി കുറച്ച് സ്ലോ ആക്കണം. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് മെല്ലെ പുറത്തോട്ട് ചാടാം. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടുന്ന സമയത്ത് പോലീസിനെ കാണാൻ ഇടവരുത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വേണം നീ വണ്ടി സ്ലോ ആക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്ത് ചാടും. അങ്ങനെ ഞാൻ പുറത്ത് ചാടിയ സമയത്ത് നീ വണ്ടി കുറച്ചും കൂടെ സ്പീഡിൽ പോയിട്ട്, നമ്മൾ എപ്പോഴും സ്പോർട്സ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഇറങ്ങണം. എടോ, നിനക്ക് അത്രയ്ക്കും ബുദ്ധിയില്ലേ? നീ ഇപ്പൊ വണ്ടി നിറങ്ങിയാൽ പോലീസിനെ കാണുകയും ചെയ്യും, പിടിക്കുകയും ചെയ്യും. ഇല്ല, പോലീസ് എന്നെ പിടിക്കില്ല. കാരണം പോലീസിനോ മറ്റുള്ളവർക്കോ എന്നെ കണ്ടിട്ടില്ല, നിന്നെ മാത്രമാണ് അവർക്ക് പരിചയമുള്ളത്. ഇപ്പൊ നീ വേഗം വന്ന് വണ്ടി ഓട്ടിയേ. എനിക്ക് പേടിയാവുന്നു, നമ്മളെ പോലീസ് പിടിക്കൊന്നുമില്ലല്ലേ? ഇല്ല, നമ്മളെ പോലീസൊന്നും പിടിക്കില്ല, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. അതുകൊണ്ട് അവിടെ ഒരു വളവ് കണ്ട, അവിടെ എത്തുമ്പോ കുറച്ച് സ്ലോ ആക്ക്. ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ചാടാം. ഓക്കെ? അപ്പൊ ഈ ബാഗ് എന്ത് ചെയ്യും? ബാഗ് എന്റെ കയ്യിൽ വേണ്ട, അത് നീ എന്നെ ഇപ്പൊ വെച്ചു. കാരണം ബാഗ് കണ്ടാലേ അവര് എന്നെ സംശയിക്കും. ഇതാ ഞാനിപ്പം കാർ നിർത്താൻ പോന്നേ, നീ ഇവിടെ തന്നെ ചാടിക്കോ. ആ, നിർത്തോന്നും വേണ്ട, സ്ലോ ആക്കിയാ മതി. ഓക്കെ? അയ്യോ, വേഗം വണ്ടി വിട. ആ വണ്ടി കാണുന്നേ ഇല്ല, അതിവിടെ പോയി. ഓക്കെ സർ. അയ്യോ, ദേ മുമ്പിൽ ഒരാള്. അയ്യോ അയ്യോ, രക്ഷിക്കണേ. അയ്യോ, എന്റെ കാല് പോയേ, എന്നെ രക്ഷിക്കണേ. അയ്യോ സാറേ, എന്റെ കാല് പോയേ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ. മോനെ, കാലിന് വല്ലതും പറ്റിയോ മോനെ? അതെ സാറന്മാരെ, നിങ്ങൾ വണ്ടി ഇടിച്ചത് എന്റെ കാലിലോട്ടാ. മോനെ പതുക്കെ എണീച്ചേ. അയ്യോ സാറേ, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ കാല് നിലത്ത് കുത്താൻ വേണ്ടി പറ്റുന്നില്ലേ. സർ, ഇവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോവാം. ആ, അതെ മോനെ, പതുക്കെ നടക്ക്, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. കോൺസ്റ്റബിൾ, വേഗം വണ്ടി എടുക്ക്. ആ ഓക്കെ സർ. സാർ, അപ്പൊ ആ കള്ളനെ പിടിക്കുന്നില്ലേ? മോനെ, നമുക്കിപ്പോ അത്യാവശ്യം ഈ കള്ളനെ പിടിക്കുന്നതിനേക്കാളും ഈ പയ്യനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ്. മോനെ, നീ ഇവിടെ തന്നെ നില്ലേ, ഞങ്ങൾ ഇപ്പം വരാം, കേട്ടോ? ആ ഓക്കെ സാർ. ആ കള്ളത്തിയാണ്ടി രക്ഷപ്പെട്ടു. അവൻ അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത് എന്തായാലും നന്നായി. ഇനി എന്തായാലും പോലീസ് നമ്മളെ പിടിക്കാൻ വരില്ല. ഇനി എനിക്ക് നേരെ വീട്ടിലോട്ട് തന്നെ ചെല്ലാം. ഹലോ ചിഞ്ചു, നീ ഇപ്പൊ എവിടെയാണല്ലേ? പൈങ്കിളി, എന്തായി? ചിഞ്ചു, എന്തായി? നീ ഇപ്പൊ എവിടെയാണല്ലേ? ഞാനില്ലേ അമ്മയുടെ ഒന്നിച്ചിട്ടാണല്ലേ. എന്തായി? ആ കള്ളനെ പിടിച്ചോ? ഇല്ലടി, ഞങ്ങളെ പോലീസുകാരുടെ പിന്നാലെ തന്നെ പോവായിരുന്നേ. പക്ഷേ പകുതിയിൽ വെച്ച് ഞങ്ങൾക്ക് മിസ്സായി അവരെ. ഇപ്പൊ ഞങ്ങളില്ലേ ടൗണിനടുത്ത് ഒരു റോഡില്ലേ ലെഫ്റ്റിലോക്കുള്ള, ആ റോഡിനടുത്ത് നിന്നിട്ടുണ്ട്. അമ്മേ, മനു, നീ എന്താ ഇവിടെ? നീ പോലീസിനെ ഒന്നിച്ച് പോയില്ലേ? ഭയങ്കര, ഞാൻ പിന്നെ വിളിക്കാവേ, ഞാനിപ്പോ ഫോൺ വെക്കാണേ. അല്ല മോനെ, നീ പോലീസിനെ ഒന്നിച്ചല്ലേ പോയത്? പിന്നെന്താ നീ ഇവിടെ? അവരൊക്കെ എവിടെ പോയി? അത് പിന്നെ ഇല്ലമ്മേ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലീസിന്റെ മുന്നിൽ ഒരു പയ്യൻ വന്നിടിച്ചേ. അങ്ങനെ അവനെയും കൊണ്ട് പോലീസുകാര് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. അയ്യോ, അപ്പൊ ആ കള്ളിയെ എന്ത് ചെയ്തു? അപ്പൊ നിങ്ങളെ പിടിക്കാൻ പറ്റിയോ? അല്ല, അവരവിടെ നിന്ന് എസ്കേപ്പ് ആയോ? ആ അമ്മേ, ആ ചേച്ചിയെ പിടിക്കാൻ പറ്റിയില്ല, അവര് എങ്ങനെയോ രക്ഷപ്പെട്ട്. അമ്മേ, അപ്പൊ നമ്മുടെ സ്വർണവും പണമൊന്നും കിട്ടില്ലേ അമ്മേ? നീ ഒന്ന് ചുമ്മാ ഇരി മോളെ, അതൊക്കെ കിട്ടും. പോലീസേ അതൊക്കെ കണ്ടുപിടിച്ച് തരും. മക്കളെ, മുറുക്കെ പിടിച്ചിരുന്നോണേ. ഇവിടെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തേ. വെറുതെ, ഞാനും പോവായിരുന്നു. ഇപ്പൊ കള്ളനെ പിടിച്ചതാണോ എന്തോ. ഇവിടെ നിന്നിട്ട് ഒരു സമാധാനം ഇല്ല. അമ്മേ, അമ്മേ, എനിക്ക് വിശക്കുന്നേ. ഇവിടെ വാ, ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വന്ന് കഴിക്കേ. ഹായ് നൂഡിൽസ്.